Today we are discussing the notion summation. എന്താണ് സമ്മേഷൻ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സമ്മേഷൻ ഡിസ്റ്റൻസ് ആൻഡ് വെലോസിറ്റി നെക്സ്റ്റ് പാർട്ടിലാണ് വരിക. വാട്ട് ഈസ് സമ്മേഷൻ? എന്താണ് സമ്മേഷൻ? If a particle moves with a constant velocity v1 for a time interval delta t1, v2 for a time interval delta t2, and the velocity vn for a time interval delta tn, then the total distance traveled is, നമുക്കറിയാം ടോട്ടൽ ഡിസ്റ്റൻസ് d is equal to velocity into time. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് ഇത് പർട്ടിക്കുലർ ടൈമാണ്. ഇത് ആക്ച്വലി എന്താ വരിക? സമ്മേഷൻ ആണ് വരിക. v1 into delta t1 plus v2 into delta t2 plus etc into vn into delta t. ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളിവിടെ സമ്മേഷൻ ആണ് ആക്ച്വലി യൂസ് ചെയ്യുന്നത്. നമ്മൾ എങ്ങനെയാണ് സിഗ്മ നൊട്ടേഷൻ നമ്മൾ ജനറലൈസ് ചെയ്യാൻ സമ്മേഷൻ നമ്മളെങ്ങനെ ജനറലൈസ് ചെയ്യും, അതാണ് നമ്മൾ ആക്ച്വലി ഇവിടെ ഉദ്ദേശിക്കുന്നത്. സമ്മേഷൻ നമ്മൾ എങ്ങനെ ജനറലൈസ് ചെയ്തിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നുള്ളതാണ് സിഗ്മ നൊട്ടേഷൻ ഫോർ ഫൈനൈറ്റ് സംസ്. ഫൈനൈറ്റ് സംസും ഉണ്ട്, ഇൻഫിനിറ്റ് സംസും ഉണ്ട്. ഫൈനൈറ്റ് സംസും ഇൻഫിനിറ്റ് സംസും രണ്ട് സംസായിട്ട് നമുക്ക് ഫൈനൈറ്റ് സംസ് മാത്രമേ പഠിക്കാൻ. യൂസ് ദി ക്യാപിറ്റൽ ഗ്രീക്ക് ലെറ്റർ സിഗ്മ എന്നാണ് നമ്മൾ നൊട്ടേറ്റ് ചെയ്യുക ടു റൈറ്റ് ദി അബ്രീവിയേഷൻ ഫോർ ദിസ് സം. എഫ് ഓഫ് ടി വൺ ഡെൽറ്റ ടി പ്ലസ് എഫ് ഓഫ് ടി ടു ഡെൽറ്റ ടി പ്ലസ് എക്സെട്ര പ്ലസ് എഫ് ഓഫ് ടി എൻ ഡെൽറ്റ ടി. പിന്നെ നമ്മൾ ജസ്റ്റ് മാറ്റിയിട്ട് വേരി ചെയ്യുന്നത് എവിടെ നിന്നാണ്? 1 to n. So sigma k is equal to 1 to n f of tk to delta t. f of tk to delta t എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഇതിനെ എക്സ്പ്രസ് ചെയ്യും. ഇതാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്? സിഗ്മ നൊട്ടേഷൻ ഫോർ ഫൈനൈറ്റ് സംസ്. ഇതിനാണ് സിഗ്മ നൊട്ടേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് സിമ്പിൾ സിഗ്മ ഇവിടെ മുതൽ ഇപ്പോൾ ഫൈനൈറ്റ് സം എന്നാണ്. ഇവിടെ നമ്മൾ ആക്ച്വലി 1 to n വരെയാണ് സം എടുക്കുന്നത്. അതുകൊണ്ടാണ് k is equal to 1 to n. k is equal to 1 to n. The simple sigma k is equal to 1 to n ak denotes the sum a1 plus a2 plus etc plus an. 1 plus a2 plus etc plus an. The a's are the terms of the sum. a's ആണ് നമ്മൾ ആക്ച്വലി ഇവിടെ കൂട്ടുന്നത്. a1 is the first term, a2 is the second term, and ak is the kth term, and an is the last term. The variable k is the index summation, index of the summation. അതായത് എവിടെ മുതൽ എവിടം വരെ ഉണ്ട് എന്നുള്ളതാണ് ആക്ച്വലി ഇവിടെ ഉദ്ദേശിക്കുന്നത്. The values of k runs through the integers 1 to n. 1 to n വരെയുള്ള kകളാണ് നമ്മൾ ആക്ച്വലി ഇവിടെ എടുക്കുന്നത്. The number 1 is the lower limit. Starting point 1 ആണ്. 1 is the lower limit and last point an. an is the upper limit of the summation. അതായത് ലാസ്റ്റ് ഈ സിഗ്മ നൊട്ടേഷനിൽ അപ്പർ ആയിട്ട് എഴുതുന്നത്, അതായത് ഏറ്റവും ലാസ്റ്റ് ആഡ് ചെയ്യുന്ന സമ്മ് അപ്പർ ലിമിറ്റും ഫസ്റ്റ് ആഡ് ചെയ്യുന്നത് ലോവർ ലിമിറ്റും ഓഫ് ദി സമ്മേഷൻ എന്ന് പറയും. ദിസ് പ്രോപ്പർട്ടീസ് ഓഫ് സമ്മേഷൻ ഒന്നുമില്ല. സിഗ്മ i ഈക്വൽ ടു m to n ai plus bi is equal to ഡയറക്റ്റ് ആയിട്ട് സം സ്പ്ലിറ്റ് ചെയ്യും. സിഗ്മ i ഈക്വൽ ടു m to n ai plus സിഗ്മ i ഈക്വൽ ടു m to n bi. പിന്നെ നമ്മളൊരു കോൺസ്റ്റൻറ്റുമായിട്ട് മൾട്ടിപ്ലൈ സിഗ്മ i ഈക്വൽ ടു m to n c ai is equal to c ഔട്ട്സൈഡ് എടുത്തിട്ട് സമ്മേഷൻ വേരിയബിൾ, അതായത് ഇൻഡെക്സ് ചേഞ്ച് ചെയ്യുന്ന ഏതാണോ അത് നമ്മൾ സമ്മേഷനുള്ളിലേക്ക് ഇടും. അതുപോലെ if m less than or equal to n and n plus 1 less than or equal to p, then sigma I equal to m to p ai is equal to sigma I equal to m to n ai plus sigma I equal to n plus 1 to p ai. അതായത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. m to p ന് പകരം m to n എടുക്കുന്നു, then n plus 1 to p എടുക്കുന്നു. കറക്റ്റ് എല്ലാ നമ്പേഴ്സും വരുന്നു. സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നതാണ് ആക്ച്വലി ഈ ഒരു റൂൾ എന്ന് പറയുന്നത്. If ai is equal to c for all i with m less than or equal to I less than or equal to n, where c is some constant, then sigma I equal to m to n ai is equal to c into, അതായത് എല്ലാ ai's ഇവിടെ ആക്ച്വലി കോൺസ്റ്റൻസ് ആണ്. എല്ലാ ai's ഇവിടെ കോൺസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കോൺസ്റ്റൻസ് നമ്മൾ ഔട്ട്സൈഡ് എടുക്കും. കോൺസ്റ്റൻസ് നമ്മൾ ഔട്ട്സൈഡ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു?
ഈ സമ്മ് മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് കാണണം. അങ്ങനെ എത്ര വൺസ് ഉണ്ട് എന്ന് നോക്കിയാൽ മതിയല്ലോ. സി ഐസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ ആക്ച്വലി ഏതാണ് വരിക? സി ഔട്ട് സൈഡ് വന്നു ഇവിടെ വൺസ് ആണ് വരിക. ഈ നമ്പർ എത്ര വണ്ണുകൾ ഉണ്ട് എന്ന് നോക്കിയാൽ മതി. എത്ര വണ്ണുകൾ ഉണ്ട് നോക്കാൻ ആക്ച്വലി ഏത് ചെയ്താൽ മതി? ഇവിടെ എമ്മിൽ നിന്ന് എൻ വരെയാണ് ഇവിടെ ആക്ച്വലി ഉള്ളത്. എന്ത് വരുന്നു? എൻ മൈനസ് എം പ്ലസ് എം 1 വരുന്നു. എൻ മൈനസ് എം പ്ലസ് 1 എന്ന് പറയുന്ന നമ്പറായിട്ട് ആക്ച്വലി വരുന്നു. എത്ര വൺസ് ഉണ്ട് എന്ന് മാത്രം നോക്കിയാൽ സി ഔട്ട് സൈഡ്. ആൻഡ് ഇഫ് എ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഐ ഫോർ എവറി ഐ with m less than or equal to I less than or equal to n, then sigma I equal to 1 m to n ai is less than or equal to sigma I equal to m to n bi. അതായത് സം നമ്പേഴ്സ് എ ഐ ബി ഐ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഐ എന്നാണെന്നുണ്ടെങ്കിൽ ഒരേ ഇൻഡെക്സ് അതായത് എം ടു എൻ ആണെന്നുണ്ടെങ്കിൽ എ ഐ ലെസ് ദാൻ ബി ഐ എന്നാണെന്നുണ്ടെങ്കിൽ സമ്മേഷൻ വിൽ ബി ഓൾസോ സിഗ്മ എ ഐ വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ ബി ഐ നമുക്ക് കാണാം. Some formulas for positive integers. The sum of the first n integers, നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചതാണ്. സിഗ്മ k is equal to 1 to n, k is equal to n into n plus 1 by 2. 1 മുതൽ n വരെയുള്ള ഇൻറ്റീജേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് n into n plus 1 by 2 എന്ന ഫോമിലാണ്. പ്രൂഫ് നമുക്ക് ഓൾറെഡി അറിയാം. നമുക്ക് നോക്കാം. We have to find the formula for s, where s is equal to sigma I equal to 1 to n I. That is equal to 1 plus 2 plus 6 extra plus n. Then we write s is again with the order of the terms reversed. Reverse ആയിട്ട് ജസ്റ്റ് ഒന്ന് എഴുതാം. n into n minus 1. ആക്ച്വലി ഇനി നമ്മൾ ചെയ്യുന്നത് ഇങ്ങനത്തെ എത്ര 2s 2 തവണ ഇത് കൗണ്ട് ചെയ്യും. s പ്ലസ് എസ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. s പ്ലസ് എസ് കൗണ്ട് ചെയ്യുമ്പോൾ ആക്ച്വലി എന്ത് വരുന്നു? s പ്ലസ് എസ് കൗണ്ട് ചെയ്യുമ്പോൾ n പ്ലസ് 1, ഇവിടെ ഒരു n പ്ലസ് 1 എടുക്കുന്നു, ഇവിടെ ഒരു n പ്ലസ് 1. അപ്പോൾ എന്താകുന്നു? ഫുൾ കളക്ഷൻ എന്ന് പറയുന്നത് n പ്ലസ് 1ൻ്റെ സമ്മായിട്ട് നമുക്ക് ഇതിനെ മാറ്റി എഴുതും. n മൈനസ് 1 പ്ലസ് 2 എടുക്കുന്നു, n മൈനസ് 3 പ്ലസ് 4 എടുക്കുന്നു. അങ്ങനെ മാറ്റി നമുക്ക് എന്താക്കാം? 2sനെ നമുക്ക് n പ്ലസ് 1സിൻ്റെ കളക്ഷൻ ആക്കി എഴുതും. അങ്ങനെ n പ്ലസ് 1സിൻ്റെ സമ്മാക്കി ഇതിനെ മാറ്റി എഴുതും. അപ്പോൾ എന്തെന്ന് കിട്ടുന്നു? സിൻസ് ദർ ആർ n ടേംസ് ഇൻ ദി സം, സോ 2s is equal to n into n plus 1. Then s is equal to 2 ഡിവൈഡ് ചെയ്ത് വരുന്നു n into n plus 1 by 2 എന്ന ഫോമിലേക്ക്. ആക്ച്വലി നമുക്ക് സമ്മേഷൻ്റെ ഫോമുല കിട്ടും. ഇൻറ്റീജേഴ്സിൻ്റെ സമ്മേഷൻ്റെ ഫോമുല എസ് ഇസ് ഈക്വൽ ടു n into n plus 1 by 2 എന്ന ഫോമിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. ഫൈൻഡ് ദി സം 4 plus 5 plus 6 extra plus 29. അതായത് 4 മുതൽ 29 വരെയുള്ള നമ്പേഴ്സിൻ്റെ സമ്മാണ്. നമുക്കറിയാം 1 മുതൽ 29 വരെയുള്ള സമ്മിൽ നിന്ന് 1 മുതൽ 3 വരെയുള്ള സം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ആക്ച്വൽ ആൻസർ കിട്ടി. അതാണ് ആക്ച്വലി ഇവിടെ എഴുതുന്നത്. സിഗ്മ I ഈക്വൽ ടു 1 to 29. 1 മുതൽ 29 വരെയുള്ള സംഖ്യകളുടെ സമ്മിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കുന്നു? 1 മുതൽ 3 വരെയുള്ള സംഖ്യകളുടെ സമ്മ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. അതാണ് ആക്ച്വലി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമ്മേഷൻ്റെ ഫോമുല വെച്ചിട്ടാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇനി വേറെ കുറച്ച് ഫോമുലാസാണ്. സം ഓഫ് ദി ഫസ്റ്റ് n സ്ക്വയേഴ്സ്, ദാറ്റ് ഈസ് സിഗ്മ n സ്ക്വയേഴ്സിൻ്റെ സം. n സ്ക്വയേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് സിഗ്മ k ഈക്വൽ ടു 1 to n k സ്ക്വയർ, അതായത് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 6 എക്സ്ട്രാ പ്ലസ് n സ്ക്വയറിൻ്റെ സം എന്ന് പറയുന്നത് n into n plus 1 into 2n plus 1 by 6. ഇത് നമ്മൾ ഓൾറെഡി മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഹയർ സെക്കൻഡറി ലെവലിൽ പഠിച്ചതാണ്. ഇതിൻ്റെ സംസ് ഒക്കെ കണ്ടുപിടിക്കുന്നത്. സം ഓഫ് ദി ഫസ്റ്റ് n ക്യൂബ്സ്, സിഗ്മ k is equal to 1 to n k cube, that is equal to sigma n into n plus 1 by 2 whole square. n into n plus 1 by 2 whole square ആണ് ആക്ച്വലി എന്ത് വരുന്നത്? ദ ഫസ്റ്റ് സം ഓഫ് ഫസ്റ്റ് n ക്യൂബ്സ് വരും. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാം. ആൻഡ് ഇവാലുവേറ്റ് സിഗ്മ I k equal to 1 to 4 k square minus 3k. ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ? നമ്മൾ ഓൾറെഡി ഇതിൻ്റെ സമ്മേഷൻ ഇത് പഠിച്ചു കഴിഞ്ഞു. നമുക്കിത് സ്പ്ലിറ്റ് ചെയ്യാം. സിഗ്മ k is equal to 1 to 4 k square minus കോൺസ്റ്റൻറ്റ് 3 ഔട്ട്സൈഡ് എടുക്കുന്നു. സിഗ്മ k is equal to 1 to 4 k. ദെൻ ഇതിൻ്റെ സം കാണാനുള്ള ഫോമുല നമുക്കറിയാം. ദിസ് ഈസ് ദ ഫോമുല. ആൻഡ് ഇതിൻ്റെ സം കാണാനുള്ള ഫോമുല അറിയാം, n into n plus 1 by 2. So we just applying that we get 30 minus 30 is equal to 0.
നമുക്ക് ആക്ച്വലി എന്ത് 30 മൈനസ് 30 0. Next example, show that sigma I equal to 1 to n I cube minus I minus 1 whole cube is equal to n cube. നമുക്ക് പ്രൂവ് ചെയ്യണം I cube minus I minus 1 whole cube is equal to n cube പ്രൂവ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് എങ്ങനെ എഴുതാം? First we write the sum as sigma I equal to 1 to n I cube minus I minus 1 whole cube is equal to, that is 1 cube minus 1 minus 1 0 cube plus 2 cube minus 1 cube 3 cube minus 2 cube etc. n minus 1 cube minus n minus 2 cube n cube minus n minus 1 cube. അതായത് ആക്ച്വലി ആദ്യത്തെ ടേമിൽ നിന്ന് ഒന്ന് കുറച്ചുള്ള ക്യൂബാണ് രണ്ടാമത്തെ ടേം. ഇനി നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ആക്കുക. അങ്ങനെ ആകുമ്പോൾ ഈ -1 പ്ലസ് 1 ക്യാൻസൽ ആവുന്നു, 2 -2 ക്യാൻസൽ ആവുന്നു, 3 നെക്സ്റ്റ് 3 ക്യാൻസൽ ആവുന്നു, n-1 ഇവിടെയുള്ള n-1 ക്യാൻസൽ ആവുന്നു. ആക്ച്വലി ലാസ്റ്റ് മിച്ചം വരെ ഏതാണ്? ലാസ്റ്റ് ഫൈനലി ബാക്കി വരിക n ക്യൂബ് മാത്രം അവിടെ ഒറ്റയ്ക്കുന്നു. നമുക്ക് ആക്ച്വലി എന്ത് കിട്ടുന്നു? -0 ക്യൂബ് പ്ലസ് n ക്യൂബ്. നമുക്ക് ഇതിവിടെ 1 ക്യൂബും -1 ക്യൂബ്, 2 ക്യൂബും -2 ക്യൂബ്, n-1 ക്യൂബും -n-1 ക്യൂബ്. ഇതൊക്കെ ക്യാൻസൽ ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് ആക്ച്വലി അവിടെ ആൻസർ കിട്ടും. Telescoping sum. The sum sigma I is equal to 1 to n a minus ai minus 1. Sigma I equal to 1 to n ai minus 1 എന്ന് പറയുന്നത് an minus a naught. അതായത് ഫസ്റ്റ് ടേം ഇവിടെ വരുന്നു ആൻഡ് ലാസ്റ്റ് ടേം. ഇതിനാണ് ടെലിസ്കോപ്പിംഗ് സം. ഇതാണ് ആക്ച്വലി ഇത് തന്നെയാണ് ഇവിടെ ആക്ച്വലി ഇതും വരുന്നത് ai minus 1. കാരണം ഈച്ച് രണ്ട് ടേംസ് ഇൻ ബിറ്റ്വീനുള്ള ഈച്ച് രണ്ട് ടേംസ് ഇങ്ങനെ പ്ലസും മൈനസും ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോകുന്നതുകൊണ്ടാണ് നമുക്ക് ആക്ച്വലി ഇങ്ങനെ കിട്ടുന്നത്. ഇങ്ങനെയാണത് ആക്ച്വലി വരിക. നമുക്ക് വെലോസിറ്റി, ഡിസ്റ്റൻസ് ആൻഡ് ടൈമിൽ നോക്കാം. സപ്പോസ് എ വെഹിക്കിൾ മൂവ്സ് ഓൺ എ സ്ട്രെയിറ്റ് ഹൈവേ ഇസ് അറ്റ് പൊസിഷൻ yi at a time ti. I is equal to 0 extra n. Then the average velocity during the time interval ti minus 1 ti is given by vi is equal to yi minus 1 divided by ti minus 1. അതായത് പ്രത്യേക ടൈം ഇൻ്റർവെല്ലിലെ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം yi minus 1 ഡിവൈഡ് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ഇൻ്റർവെൽ, ദാറ്റ് ഇസ് ഡെൽറ്റ yi ബൈ ഡെൽറ്റ ടി. ഇത് നമുക്കറിയാം. ഇത് വെച്ചിട്ടാണ് നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ടോട്ടൽ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സപ്പോസ് എ വെഹിക്കിൾ, അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് എ വെഹിക്കിൾ മൂവിങ് ഓൺ എ സ്ട്രെയിറ്റ് ഹൈവേ ഇസ് അറ്റ് പൊസിഷൻ yi at a time ti, I is equal to 0 extra to n, and that during the time interval ti minus 1 ti interval the velocity vi is a constant given by the average velocity during the time interval ti minus 1 ti. അതായത് ഈ ഒരു ഇൻ്റർവെൽ വെലോസിറ്റി വി ഐ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. കൺഫേം ദാറ്റ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈക്വൽസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഫൈനൽ ആൻഡ് ദി ഇനിഷ്യൽ പൊസിഷൻ. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ ഓൾറെഡി ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു v1 ഡെൽറ്റ ടി 1 പ്ലസ് v2 ഡെൽറ്റ ടി 2 പ്ലസ് എക്സെട്രാ ഇൻറ്റു vn ഡെൽറ്റ ടി എൻ. ഓരോ ഇൻ്റർവെല്ലിൻ്റെയും ടൈമും വെലോസിറ്റിയും കണ്ടുപിടിച്ച് ആ വെലോസിറ്റീൻ്റെ ടൈമാണ് ഡിസ്റ്റൻസ്, ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മളിങ്ങനെ കണ്ടുപിടിക്കുന്നു. പക്ഷെ നമുക്കറിയാവുന്ന കാര്യം vi is equal to yi minus 1 divided by yi minus 1 divided by ti minus 1. That is delta yi by delta ti. I is equal to 0 to n. നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ ഡിസ്റ്റൻസ് ഡെൽറ്റ ടി is equal to velocity delta v1 by delta t1 into delta t1 plus delta y2 into delta t2 into delta t2 extra into plus delta yn by delta tn into delta tn. ഈ ടീസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് പോകുന്നു. ഇപ്പോൾ ഡെൽറ്റ y1 പ്ലസ് ഡെൽറ്റ y2 പ്ലസ് എക്സെട്രാ പ്ലസ് ഡെൽറ്റ yn നമുക്ക് എഴുതാം. ഡെൽറ്റ y1 y1 മൈനസ് y0, y2 മൈനസ് y1 എക്സെട്രാ ഇൻ yn മൈനസ് yn മൈനസ് 1. നേരത്തെ നമ്മൾ ടെലിസ്കോപ്പിംഗ് സം നോക്കിയാൽ y1 മൈനസ് y1 ക്യാൻസലായി, yn മൈനസ് 1 തൊട്ട് മുമ്പുള്ള yn മൈനസ് 1 ക്യാൻസലായി. അപ്പോൾ ലാസ്റ്റ് ടേം വരിക yn മൈനസ് y0. അപ്പോൾ yn മൈനസ് y0 എന്ന് പറയുന്ന
ലാസ്റ്റ് എൻഡ് പോയിന്റ് മൈനസ് ഫസ്റ്റ് പോയിന്റ് എന്നുള്ള ആ ഫോമിലേക്ക് കിട്ടുന്നു. ഫൈനൽ ആൻഡ് ഇനിഷ്യൽ പൊസിഷനാണ് ആക്ച്വലി വരുന്നത്. ഡിസ്റ്റൻസ് മൈനസ് ഇനിഷ്യൽ പൊസിഷനാണ് ആക്ച്വലി നമ്മുടെ ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് വരുന്നത്. അത് തന്നെയാണ് നമുക്കിവിടെ ടെലിസ്കോപ്പിംഗ് ദി സം റൂൾ വെച്ചിട്ട് നമുക്ക് കിട്ടുന്നത്. ആക്ച്വലി ഇതാണ് സമ്മേഷനിൽ വരുന്നത്. സമ്മേഷനിൽ വരുന്ന ഇത്രയും പാർട്ടുകളാണ്.